അങ്ങനെ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും ബിഗ് ബോസിൽ വന്നു പോയി. ജാസ്മിനെ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. ആരെന്ത് പറഞ്ഞാലും എന്ത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ജാസ്മിന് കൊടുത്തിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ജാസ്മിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുമാണ് അവർ തിരിച്ച് പോന്നിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ ജാസ്മിനെ കുറ്റപ്പെടുത്തായിരുന്നു, അവരുടെ പരിഭവം കാണിക്കായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് മനുഷ്യനാണ്, തെറ്റുപറ്റും. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂട്ടത്തില് അത്തായും ഉമ്മായും ഉണ്ട് എന്നുള്ളതാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായിട്ടും കൂടാണല്ലോ പറയുന്നത്. ആ നിലയ്ക്ക് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അവരുടെ ഇന്നത്തെ പ്രവൃത്തി ഒരു മികച്ച മാതൃകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മറ്റുള്ളവരിൽ നിന്നിട്ട് മാതാപിതാക്കളെ വ്യത്യസ്തരാക്കുന്നത് എന്താ? ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം അവർ തരും എന്നുള്ളതല്ലേ. അത് ജാസ്മിന്റെ ഉമ്മയും വാപ്പയും ഇന്ന് കൃത്യമായിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. പക്ഷെ അതേപോലെ ജാസ്മിനും തിരിച്ചവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാസ്മിന്റെ വാപ്പ വന്ന ഉടനെ റൂമിൽ പോയിട്ട് ആദ്യം ചെയ്തത് ജാസ്മിനെ വിളിച്ചിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി. ജാസ്മിന്റെ കഴുത്തിൽ ഗബ്രീന്റെ മാല ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ഊരിയെടുക്കുക ചെയ്തത്. അപ്പൊ അത്ത പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളെ പറ്റി ഓർക്ക്. അപ്പൊ ജാസ്മിൻ പറയുന്നത് അത്ത എനിക്കിവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഇത് എനിക്കൊരു ധൈര്യമാണ് എന്നൊക്കെയാണ്. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ സാബു അന്ന് വന്നപ്പോഴത്തേക്കിനും ജാസ്മിന്റെ മാല ഊരിക്കൊണ്ടുപോയി. അപ്പൊ അന്ന് ജാസ്മിൻ ഭയങ്കര വിഷമം പോലെ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല സത്യമായിട്ടും. ചിലപ്പോൾ അത് ഇമോഷണലി ജാസ്മിന് ചിലപ്പോൾ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളതായിരിക്കാം. പക്ഷെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇന്ന് ജാസ്മിന്റെ അച്ഛൻ വന്നിട്ട് ആ മാല എടുത്ത് അത് മാറ്റി. അതേപോലെ തന്നെ ഫോട്ടോയും അതിന്റെ ആവശ്യമില്ലാത്ത പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ എവിടെ ഇരിപ്പുണ്ട്, നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ നീ അത്താനെ ആലോചിക്കുക, ഉമ്മാനെ ആലോചിക്കുക, പൊന്നൂനെ ആലോചിക്കുക, ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ നീ അതിൽ നോക്കിയിട്ട് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയും മാലയും ജാസ്മിന്റെ അടുത്ത് നിർത്ത് മാറ്റുന്നുണ്ട്. അപ്പോഴും ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത്താ എനിക്കത് ഇവിടെ ഉള്ളത് ഒരു ധൈര്യമാണ്. എന്ത് ധൈര്യം? ജാസ്മിൻ നല്ല ധൈര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ തന്നെ. പിന്നെ ഒരു ഇമോഷണലി ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയാൻ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും. ചിലപ്പോൾ അത് സിൻസിയർ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോയിട്ടും ജാസ്മിൻ അത് ആ സമയത്ത് പറഞ്ഞതല്ലാതെ പിന്നെ ഒരു വലിയ വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അവരെ കൊണ്ടാവുന്ന വിധം അവര് നല്ല രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ജാസ്മിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജാസ്മിന്റെ തെറ്റുകൾ ആദ്യം തിരിച്ചറിയേണ്ടത് ജാസ്മിൻ തന്നെയാണ്. അത് ജാസ്മിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അത് ജാസ്മിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പുറത്തും വാപ്പയ്ക്കും ഉമ്മയ്ക്കും പറ്റട്ടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ജാസ്മിൻ ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാനുണ്ട്, അവർക്ക് തിരിച്ചും അതിനെതിരെ പറയാനുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അധികം സംസാരിക്കേണ്ടി വരും. പക്ഷെ അത് ഇവിടെ പറ്റത്തില്ല, പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ജാസ്മിനും സംസാരിച്ചത്. എത്രയൊക്കെ ഒരുപാട് ന്യായീകരിച്ചാലും ജാസ്മിൻ മനസ്സിലാക്കേണ്ടത് പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ടോ എന്തുകൊണ്ടോ ജാസ്മിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ തിരുത്തപ്പെടേണ്ടതും തിരിച്ചറിയപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ജാസ്മിൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ജാസ്മിൻ മാത്രമല്ല, വീട്ടുകാരും ജാസ്മിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരും കൂടിയാണ്. അതുകൊണ്ട് ജാസ്മിന്റെ തെറ്റുകൾ ആദ്യം മനസ്സിലാക്കി തിരുത്തേണ്ടത് ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്, അത് നിസ്സാരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. അതുകൊണ്ട് ഇനിയും അനാവശ്യമായിട്ട് ന്യായീകരിക്കാതെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ജാസ്മിൻ ഉണ്ടാവട്ടെ. ഈ ഗബ്രി ഔട്ടായതിനു ശേഷം ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് ആവുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് അടുത്തൊരു മാസം കൂടെ ഗെയിം കളിച്ചാല് ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വലിയൊരു നെഗറ്റീവ് ഒരു സൈബർ അറ്റാക്ക് ഇനി ഇറങ്ങുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എന്നാലും ജാസ്മിൻ നേരത്തെ ചെയ്തിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും മറക്കാത്ത ആൾക്കാരുണ്ട്. അവരത് മറക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് PR-കളും ഉണ്ട്. എന്നാലും ഗബ്രി ഉണ്ടായിരുന്ന സമയത്തൊക്കെ അനുഭവിച്ച അത്രയും ഒരു ഭയങ്കര നെഗറ്റീവ് ഇതൊന്നും ഇനി ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഇനിയും ജാസ്മിന് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനിടയ്ക്ക് ജാസ്മിന്റെ വാപ്പ സംസാരിച്ചറിയാതെ ഇല്ലേ ജാസ്മിനും അപ്സരയും തമ്മിൽ എന്തോ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്സരേനെ ജാസ്മിൻ തല്ലി, ജാസ്മിൻ പുറത്തായി എന്നൊക്കെ പറഞ്ഞ ന്യൂസ്. അപ്പം എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജാസ്മിന്റെ വാപ്പ പറഞ്ഞതാണ് അങ്ങനെ പലരും ആരൊക്കെ എന്തൊക്കെ പറയുന്നു. ഇന്നലെ തന്നെ അപ്സരേനെ ജാസ്മിൻ തല്ലി, ജാസ്മിൻ പുറത്തായി എന്നുള്ളത് വന്നില്ലേ. അപ്പൊ തന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് ജാഫർ കൺഫ്യൂഷൻ റൂമിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കുറെ നിയമങ്ങളുണ്ട്, ഇവിടെ വരുന്നവരും അത് പാലിക്കേണ്ടതാണ്, പുറത്തുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്നാലും ജാസ്മിന്റെ വാപ്പയ്ക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അതേപോലെ ജാസ്മിന്റെ വാപ്പ കേറി വരുന്ന സമയത്ത് ഈ മാല ജാസ്മിന് വന്ന ഉടനെ ഗിഫ്റ്റ് ആയിട്ടൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ മാല കൊണ്ടുവന്നിട്ടുള്ള കവർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുക. അപ്പൊ ജാസ്മിന്റെ വാപ്പ പറഞ്ഞിട്ട് വരാ, ചിന്നുവിന് ഇവിടെ വൃത്തിയില്ലെന്നാണ് പൊതുവെ എല്ലാരും പറയുന്നത്. അപ്പൊ ഞാനും കൂടെ ഇതൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അതേപോലെ ആവും, ഞാനും അതേപോലെയാണെന്ന് എല്ലാരും പറയില്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ റസ്മിന്റെ ഉമ്മയും സഹോദരനും കൂടെ ഇന്ന് വന്നിരുന്നു. റസ്മിന് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നത് എല്ലാരെയും ഇങ്ങനെ സ്റ്റാച്ചു ആക്കി, പിന്നെ ഓരോരുത്തരെയും പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റാച്ചു പറഞ്ഞിട്ട് റസ്മിനെ നിർത്തിക്കാം എന്നുള്ളതാണ്. അവസാനം ബിഗ് ബോസ് റസ്മിന്റെ അടുത്ത് പറയുന്നു സ്റ്റാച്ചു റസ്മിൻ എന്ന്. റസ്മിൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുമ്പോൾ പാട്ട് വന്നിട്ട് ഉമ്മയും സഹോദരനും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ സഹോദരനും റസ്മിന്റെ അടുത്ത് പറയുന്നത്, നീ തുടക്കത്തിലൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ നീ ഭയങ്കര കൂട്ടുകെട്ടിലായിപ്പോയി, നീ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്കായിപ്പോയി നീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ റസ്മിനും അത് ഈ ചെവി കൂടെ കെട്ട് ആ ചെവി കൂടെ കളയുന്ന ഒരു മട്ടായതുകൊണ്ട് അതൊന്നും ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. അപ്പം റസ്മിൻ തിരിച്ചു പറയുന്നത്, ഇവിടെ ഇത്രയും നാൾ നിന്നാലേ അപ്പൊ എല്ലാവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആയിപ്പോയി, അങ്ങനെ എല്ലാവരോടും എല്ലാം പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ജാസ്മിന്റെ വാപ്പേനെയും ഉമ്മേനെയും പറ്റി തന്നെ പറയാനാണെങ്കിൽ, അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യേണ്ട കടമ അവർ പെർഫെക്റ്റ് ആയിട്ട് ഇന്നത് ചെയ്തിട്ടുണ്ട്. അത് ജാസ്മിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു.